ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അരുണിനെയും അശ്വതിയെയും കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അഖിലും ശ്യാമയും. അതേസമയം കഥകിലാരോ തട്ടുകയാണ്. ഞാൻ പോയി ആരാന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ പുറത്തേക്ക് ചെല്ലുന്നു. അതേസമയം വന്നിരുന്നത് ജയേഷ് ആയിരുന്നു. ജയേഷിനെ കണ്ട് ശ്യാമ ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ജയേഷ് പറയുകയാണ്, അശ്വതി എവിടെ? അവൾ ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. നീയല്ലേ അവളുടെ രക്ഷക, മര്യാദയ്ക്ക് അവളെ ഇങ്ങോട്ടേക്ക് ഇറക്കിവിടാൻ. ജയേഷ് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അശ്വതി ചേച്ചി ഇവിടെ ഇല്ല, എവിടെ പോയെന്ന് ഞങ്ങൾക്കാർക്കും അറിയുകയുമില്ല. നീ വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജയേഷ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ജയേഷിനെ തടഞ്ഞു നിർത്തുകയാണ് ശ്യാമ. അതേസമയം എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് വാസുദേവനും ദേവകിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. രാത്രി എന്താ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കുന്നതെന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ വാസുദേവനെ അകത്തേക്ക് തള്ളിയിട്ടതിന് ശേഷം അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ് ജയേഷ്. വാസുദേവൻ താഴെ വീഴാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന അഖില് വാസുദേവനെ താങ്ങി പിടിക്കുകയാണ്. അതിനുശേഷം അഖില് ജയേഷിനെ അടിച്ച് പുറത്താക്കുകയും മേലാൽ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് താക്കീത് നൽകുകയും ചെയ്യുന്നു. എന്താണെങ്കിലും നീയും ഇവളും സൂക്ഷിച്ചോ, നിന്നെ ഞാനൊന്നും വെറുതെ വിടാനേ പോകുന്നില്ലെന്ന് പറഞ്ഞ് ജയേഷ് അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. GK സാറ് ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശ്യാമ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലാണെന്ന് ശ്യാമ പറയുന്നു. അല്ല, ശ്യാമ ഓഡിഷന് പോകുന്നില്ലേ? ഇന്നല്ലേ ഓഡിഷൻ? അതെ സാർ, ഇന്നാണ് ഓഡിഷൻ. ഞാനും അഖിൽ സാറും ഒരുങ്ങാൻ പോവുകയായിരുന്നു. എന്നാലേ ശ്യാമയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സാർ, എന്താ കാര്യമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ GK പറയുകയാണ്, അതെ, ശ്യാമ പങ്കെടുക്കാൻ പോകുന്ന റിയാലിറ്റി ഷോയിൽ ഒരു ജഡ്ജ് ഞാനാണ്. ഇത് കേൾക്കുന്ന ശ്യാമയ്ക്ക് സന്തോഷമാകുന്നു. എങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് GK കോൾ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അഖിൽ വരികയാണ്. അത് പിന്നെ GK സാറാ വിളിച്ചത്. നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജ് GK സാറാണെന്ന് പറയാൻ വിളിച്ചതാ. ആഹാ, അത് നല്ല കാര്യമാണല്ലോ എന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമയും സന്തോഷത്തോടെ നിൽക്കുന്നു. എങ്കിലേ അധികം താമസിക്കണ്ട, താൻ പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ, നമുക്കിറങ്ങാം. അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ജയന്തി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യ വസുന്ധരയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുകയാണ്, അമ്മ, കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? ഞാനേ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ജയന്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയന്തി പറയുകയാണ്, ഇന്നാണ് ശ്യാമയുടെ ഓഡിഷൻ എന്ന്, അവള് പോകാനായി റെഡിയാകാൻ പോവുകയാണെന്ന്. അവളെ അതിന് അനുവദിച്ചുകൂടമ്മയെന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, അത് തടയാൻ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യണം. അവളെ അങ്ങനെ ഓഡിഷന് പങ്കെടുക്കാൻ സമ്മതിക്കരുത്. അവള് പോയാൽ എന്താണെങ്കിലും അവൾക്ക് സെലക്ഷൻ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാമേ. ഇന്ന് ശ്യാമ ഓഡിഷനിൽ പങ്കെടുക്കാതിരിക്കാൻ എന്താ വഴിയെന്ന് നീ ആലോചിക്ക്. എന്റെ അഖി ഒരിക്കലും എന്നെയോ നിന്നെയോ സംശയിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഐഡിയ വേണം ചെയ്യാനെന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. ജയന്തി വഴി തന്നെ നമുക്ക് നീക്കങ്ങൾ നടത്താം. എന്താണെങ്കിലും വേണ്ടില്ല, ഇന്ന് ശ്യാമ എന്താണെങ്കിലും ആ ഓഡിഷനിൽ പങ്കെടുക്കാൻ പാടില്ല, അത്രമാത്രം. ഇത് കേൾക്കുന്ന ഐശ്വര്യ ജയന്തിയെ വിളിക്കുകയാണ്. അല്ല, ശ്യാമ എവിടെയെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ കുളിയും തേവാരവുമൊക്കെയാണെന്ന് ജയന്തി പറയുന്നു. ജയന്തി, ശ്യാം ഓഡിഷന് പോയിട്ടുണ്ടെങ്കിൽ അവൾ വലിയ സ്റ്റാർ ആകും, അത് നിനക്കറിയാവുന്നതല്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ്, അതിന് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ജയന്തി, നിന്നെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ. ശ്യാമ ഇന്ന് ഓഡിഷന് പോകാൻ പാടില്ല, അവിടെയാ ജയന്തിയുടെ വിജയം. പക്ഷേ എങ്ങനെയെന്ന് ജയന്തി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം, പക്ഷേ ജയന്തി അതുപോലെ ചെയ്യുമോ? എന്നെ കൊണ്ടൊക്കുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായും ചെയ്യുമെന്ന് ജയന്തി പറയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ജയന്തിക്ക് ഐശ്വര്യ പറഞ്ഞു കൊടുക്കുകയാണ്. ഐഡിയ എങ്ങനെയുണ്ടെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ്, കൊള്ളാം, ഇന്ന് എന്താണെങ്കിലും ശ്യാമ ഓഡിഷന് പോകില്ല. എന്നും ഇവിടെ ഒരു സെലിബ്രിറ്റി മാത്രം മതി, അത് ഈ ഐശ്വര്യയാണെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ഒരു കത്രികയും എടുത്തുകൊണ്ട് ശ്യാമയുടെ മുറിയിലേക്ക് പോവുകയാണ് ജയന്തി. പിന്നീട് കാണിക്കുന്നത് കുളി കഴിഞ്ഞ് മുറിയിലേക്ക് വരുന്ന ശ്യാമയെയാണ്. ഇനിയും താമസിച്ചാൽ ശരിയാകില്ല, പെട്ടെന്ന് റെഡിയാകണമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് വരുന്ന ശ്യാമ സാരി ഉടുക്കാനായി എടുക്കുമ്പോൾ സാരി മുഴുവൻ കീറിയിരിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. അതേസമയം ഇതൊക്കെ മറഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ട് നോക്കുകയാണ് ജയന്തി. തുടർന്ന് ശ്യാമ ദേവകിയെ വിളിക്കുകയാണ്. ശ്യാമ ഉടുക്കാനായി വേറെ സാരികൾ നോക്കുന്നുണ്ടെങ്കിലും എല്ലാ സാരിയും ജയന്തി കീറി വെച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് ദേവകിയും വാസുദേവനും അങ്ങോട്ടേക്ക് വരുമ്പോൾ സാരിയെല്ലാം കീറിയിരിക്കുന്നത് ശ്യാമ കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണുന്ന വാസുദേവൻ പറയുകയാണ്, ഇതാരോ കത്രിക വെച്ച് കീറിയതുപോലെ ഉണ്ടല്ലോ. അമ്മേ, അഖിൽ സാർ കഷ്ടപ്പെട്ട് വാങ്ങിത്തന്ന സാരിയാ. അത് മാത്രമല്ല, ഉള്ള എല്ലാ നല്ല സാരികളും ചീത്തയാക്കിയിരിക്കുകയാ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ മോളെ ദ്രോഹിക്കാൻ വേണ്ടി ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് വാസുദേവൻ പറയുമ്പോൾ ദേവകി പറയുക, അത് ആര് ചെയ്യാനാ, ആ ജയന്തി തന്നെ ആയിരിക്കും. ആ ജയന്തിയെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ദേവകി ജയന്തിയുടെ മുറിയിലേക്ക് പോകുന്നു. അതേസമയം ശ്യാമ വാസുദേവനോട് ചോദിക്കുകയാണ്,
അച്ഛാ, എൻ്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഈ ഓഡിഷൻ. ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യുക? തുടർന്ന് ജയന്തിയുടെ അടുത്തേക്ക് ചെന്ന് ദേവകി ശ്യാമയുടെ സാരിയെല്ലാം നീ എന്തിനാ കീറിയതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാനല്ല ചെയ്തതെന്ന് ജയന്തി പറയുന്നു. അപ്പോൾ ഏട്ടത്തിക്ക് ഒന്നും അറിയില്ലല്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ലെന്ന് ജയന്തി പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശ്യാമ. എന്നാലേ ഞാനിപ്പോൾ ശരിക്കും അറിയിച്ചു തരാമെന്ന് പറഞ്ഞ് ശ്യാമ അകത്തേക്ക് പോവുകയാണ്. ശ്യാമേ, നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ജയന്തി ചോദിക്കുമ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാമെന്ന് ശ്യാമ ദേഷ്യത്തോട് പറയുന്നു. തുടർന്ന് ശ്യാമ മുറിയിലേക്ക് ചെന്ന് ജയന്തിയുടെ സാരികളെല്ലാം നിലത്തേക്ക് വലിച്ചിടുകയും അതിൽ തീ കൊളുത്താൻ ഒരുങ്ങുകയും ചെയ്യുന്നു. ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വാസുദേവനും ദേവകിയും ജയന്തിയും. ശ്യാമേ, എൻ്റെ സാരി ഒന്നും കത്തിക്കല്ലേ എന്ന് ജയന്തി പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, എങ്കിലേ എനിക്കിപ്പോൾ തന്നെ പുതിയ ഡ്രസ്സ് വേണം, ഇപ്പോൾ തന്നെ കൊണ്ടുവരാം, നീ എൻ്റെ സാരി ഒന്നും കത്തിക്കില്ലേ എന്ന് പറഞ്ഞ് ജയന്തി പുറത്തേക്ക് പോകുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അഖില ചോദിക്കുകയാണ്, എന്താ പ്രശ്നം? സാരിയൊക്കെ കട്ട് ചെയ്തെന്നോ എന്തൊക്കെയോ പറയുന്ന കേട്ടു. മോനെ, മോളുടെ പുതിയ ഡ്രസ്സാ ജയന്തി വെട്ടിക്കീറി നശിപ്പിച്ചത്. എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് ടെൻഷനോടെ ഇരിക്കുകയാ മോള്. ശ്യാമേ, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, താൻ പെട്ടെന്ന് പോയി റെഡിയാക്കിയേ. പോകുന്ന വഴിക്ക് നമുക്ക് പുതിയ ഡ്രസ്സ് മേടിക്കാം. ഇനി ആരുടെ മുമ്പിൽ നമ്മുടെ തല കുനിയാനോ നമ്മൾ തോറ്റു കൊടുക്കാനോ പാടില്ലെന്ന് അഖിൽ പറയുമ്പോൾ വിഷമത്തോടെ അഖിലിനെ നോക്കുകയാണ് ശ്യാമ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.